ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം. ദൈവവചനത്തിന്റെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത് വചനം യേശുവായതുകൊണ്ട്, ഒരു വ്യക്തിയായതുകൊണ്ട് ഈ വചനത്തിന് നമ്മളെ കെട്ടിപ്പിടിക്കുവാൻ, നമ്മളെ ബലപ്പെടുത്തുവാൻ, നമ്മുടെ ജീവിതത്തിന്റെ ദുഃഖങ്ങളിൽ ആശ്വാസം പകരുവാൻ സാധിക്കും എന്നുള്ളതാണ്. യെശയ്യാ പ്രവചനം 46 അധ്യായം അതിന്റെ 3-4 തിരുവചനങ്ങൾ. ഗർഭത്തിലും ജനിച്ചതിനു ശേഷവും ഞാൻ വഹിച്ച യാക്കോബ് ഭവനമേ, ഇസ്രായേൽ ഭവനത്തിൽ അവശേഷിക്കുന്നവരെ എന്റെ വാക്ക് കേൾക്കും. അപ്പം ദൈവം പറയാണ്, നീ ഗർഭത്തിൽ ആയിരുന്നപ്പോൾ, നീ ജനിച്ചതിന് ശേഷമെല്ലാം നിന്നെ വഴി നടത്തിയത് ഞാനാണ്. ഞാൻ നിന്റെ കൂടെയുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഞാൻ ഒറ്റയ്ക്കായിരുന്നു, ആരും എന്നെ പരിഗണിച്ചില്ല, ഒരുപക്ഷെ വീട്ടുകാർ മൈൻഡ് ചെയ്തില്ല, അല്ലെങ്കിൽ കൂട്ടുകാരാൽ നമ്മൾ പല രീതിയിൽ പരിത്യജിക്കപ്പെട്ടു, പലവിധ ദുഃഖ മേഖലകളിലൂടെ കടന്നുപോയി. പക്ഷെ സത്യം എന്താണ്? ഇതിന്റെ എല്ലാം നടുവിൽ നമ്മളെ വഹിക്കുന്ന, നമ്മളെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. 4-ാമത്തെ വചനം പറയുകയാണ്, നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ ഇങ്ങനെ പ്രസവിച്ച് ഇട്ടിട്ട് മറന്നുപോകുന്ന ദൈവമല്ല, ഞാൻ വാർദ്ധക്യം വരെയും അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും. കുഞ്ഞായിരിക്കുമ്പോൾ മാത്രമല്ല, പ്രായമേറുമ്പോഴും എല്ലാ സമയങ്ങളിലും നിങ്ങളെ വഹിക്കുവാൻ ഞാൻ ഒരുക്കമാണ്. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളെ വഹിക്കും, ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും. ഇത്രമാത്രം സ്നേഹത്തോടെ, ഇത്രമാത്രം ഹൃദയം തുറന്ന് നമ്മളോട് സംസാരിക്കുന്ന ഒരു ദൈവം. യെശയ്യാ പ്രവചനത്തിൽ തന്നെ 66 അധ്യായം 13 തിരുവചനം പറയുകയാണ്, അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ജെറുസലേമിൽ വെച്ച് നീ സ്വാന്തനം അനുഭവിക്കും. അത് കണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ അസ്ഥി പുല്ലുപോലെ തളിർക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുടുംബമേ, ഇന്ന് നീ ഒരു വേദനയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഈ വചനത്തിൽ ഉറപ്പായി വിശ്വസിക്കുക. വിശ്വസിച്ചാൽ മാത്രം പോരാ, ഈ ഉറപ്പോടുകൂടി ദൈവവചനം വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അനുദിനം ഓരോ സമയങ്ങളിലും നമ്മളോട് സംസാരിക്കുന്ന, നമ്മളെ ബലപ്പെടുത്തുന്ന, നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവവചനത്തിന്റെ ശക്തി അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കും. വേദനിച്ചിരിക്കുന്ന ഓരോ ഹൃദയങ്ങളും ഈശോയുടെ സ്നേഹത്താൽ നിറയപ്പെടട്ടെ. ദുഃഖഭാരങ്ങൾ നീങ്ങിപ്പോകട്ടെ. ഈശോയുടെ സ്നേഹം, സന്തോഷം നിങ്ങളുടെ ജീവിതങ്ങളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.